പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. നാം എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും മനസ്സലിവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കാരുണ്യവും എല്ലാ മനുഷ്യർക്കും നൽകുന്നു. റോമാക്കാർക്ക് എഴുതുമ്പോൾ 3-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പൗലുസ്ലീഹ ചോദിക്കുന്നുണ്ട്, ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഇന്ന് അതേ ചോദ്യം പൗലുസ്ലീഹ ഇന്ന് തിരിച്ചു വരികയാണെങ്കിൽ ചോദിക്കും, ദൈവം ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമോ? കത്തോലിക്കരോട് ചോദിക്കും, ദൈവം കത്തോലിക്കരുടെ മാത്രം ദൈവമോ? അപ്പൊ പെന്തക്കോസ്തുകാരുടെ പ്രസംഗം കേട്ടാൽ ചോദിക്കും, ദൈവം പെന്തക്കോസ്തുകാരുടെ മാത്രം ദൈവമോ? ഈ എക്സ്ക്ലൂസീവിസം പറയുന്നത് ഈ പെന്തക്കോസ്തുകാരാണ്. ഈ കരിസ്മാറ്റിക്കാർ ഇത്രയും പറയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോഴാണ് കേൾക്കുന്നത്. അപ്പൊ പെന്തക്കോസ്തുകാരുടെ അതേ അസുഖമാണ് കരിസ്മാറ്റിക്കാരെയും ബാധിച്ചിരിക്കുന്നത്. പെന്തക്കോസ്തുകാർ പറയുന്നത്, നിങ്ങൾ വ്യക്തിപരമായ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം, ഞങ്ങളുടെ എരുമ വിളിക്കുന്ന കടവിൽ, പോത്ത് വിളിക്കുന്ന കടവിൽ വന്ന് മുങ്ങണം, മുങ്ങി പൊങ്ങിയാൽ മാത്രം പോരാ, ഞങ്ങളുടെ കൂടെ തുള്ളണം, മുങ്ങണം, തുള്ളണം, പിന്നെ ഞങ്ങൾ പറയുന്നത് പോലെ ജീവിക്കണം, ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ ഞങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്താൽ കുഴപ്പമില്ല, ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാപം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അവസാനം വരെ നിലനിന്ന ഒരു പക്ഷേ അതിന് ഉറപ്പൊന്നുമില്ല, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. അതാണ് അവർ പറയുന്നത്. പക്ഷെ അവർ പറയും രക്ഷ സൗജന്യമാണ്. എന്താണ് സൗജന്യം? ചുമ്മാ അങ്ങ് എല്ലാവരും ആരൊക്കെയോ എന്നോ പറയുന്നത് കേട്ടോ, അതിന് ചുമ്മാ അങ്ങ് പറയുക സൗജന്യമാണ്. സൗജന്യം എന്താണ് ഈ സൗജന്യം എന്ന് പറഞ്ഞ അർത്ഥം? രക്ഷ സൗജന്യമാണ്, രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ എന്താ പക്ഷേ? അപ്പൊ പക്ഷേ ഉള്ളതൊന്നും സുവിശേഷമല്ല. പക്ഷേ അതിന് കണ്ടീഷനുണ്ട്, അത് ഞങ്ങൾ തരും. മനസ്സിലായോ? സൗജന്യമൊക്കെയാണ്, പക്ഷേ മതമുണ്ട് അവിടെ. ഈ പക്ഷേയുടെ പേരാണ് മതം. നിങ്ങൾ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവം രക്ഷ നൽകുന്നു, അത് സൗജന്യമാണ്, അത് ദൈവത്തിന്റെ ദാനമാണ്, അത്രയുമാണ് സുവിശേഷം. പക്ഷേ അതാണ് മതം. ദൈവം രക്ഷ നൽകുന്നു, ദൈവം സ്നേഹമാണ്, ദൈവം എല്ലാവരുടെയും ദൈവമാണ്, ദൈവം എല്ലാവരുടെയും രക്ഷകനാണ്, ദൈവം നൽകുന്ന രക്ഷ സൗജന്യമാണ്, അത് ദൈവത്തിന്റെ ദാനമാണ്. ഇത്രയുമാണ് സുവിശേഷം. പക്ഷേ പിന്നീടുള്ള എല്ലാം മതമാണ്. അപ്പൊ പക്ഷേയിൽ ആരംഭിക്കുന്നതൊക്കെ മതമാണ്. ദൈവം സ്നേഹമാണ്, പക്ഷേ മതമാണ് ബാക്കി പറയാൻ പോണത്. ദൈവത്തിന്റെ രക്ഷ സൗജന്യമാണ്, പക്ഷേ ദൈവത്തിന്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. പക്ഷേ ദൈവം എല്ലാവരുടെയും ദൈവമാണ്, പക്ഷേ ദൈവം എല്ലാവരുടെയും രക്ഷകനാണ്. പക്ഷേ ഈ പറയുന്ന പക്ഷേകൾക്കെല്ലാം ശേഷം വരുന്ന കാര്യങ്ങളൊക്കെ മതത്തിന്റെ ഭാഗമാണ്. അപ്പൊ പക്ഷേരഹിതമായ സുവിശേഷമാണ് ഗ്ലോറിയസ് ഗോസ്പൽ. നോ പക്ഷേ ആസ് ഇറ്റ് ഈസ്. അപ്പം വ്യാജന്മാരാണ് പക്ഷേ പറയുന്നത്. ഇപ്പുറത്തിരിക്കുന്നതിനെ ചതിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളായി പക്ഷേക്ക് ആലോചിക്കുക. മതങ്ങൾ അങ്ങനെയാണ്, മനുഷ്യരുടെ ശത്രുക്കളാണ്. ദൈവം അങ്ങനെയല്ല. ദൈവത്തിന് ഒരു പക്ഷേയുമില്ല. പക്ഷേകളില്ലാത്ത സ്നേഹം, പക്ഷേ ഒരു വ്യവസ്ഥയുമില്ല. ഇവരൊക്കെ പറയും, നിങ്ങൾ വ്യക്തിപരമായി സ്വീകരിക്കണം, ഏറ്റുപറയണം, കൈകൊട്ടി പാടണം, കൈ ഉയർത്തി തുള്ളണം, വെള്ളത്തിൽ ചാടണം, വെള്ളത്തിൽ നിന്ന് പൊങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള 100,000 നിബന്ധനകളും കണ്ടീഷനും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ദൈവം ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും ഒരുപോലെ മഞ്ഞും മഴയും കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ദൈവസ്നേഹം. ആരെങ്കിലും ഒരാൾ മനം തകർന്ന് ഞാൻ അയോഗ്യനാണല്ലോ, ഞാൻ പാപിയാണല്ലോ, ഞാൻ കുറ്റമുള്ളവനാണല്ലോ, ഞാൻ കുറവുള്ളവനാണല്ലോ, ഞാൻ തള്ളപ്പെടാൻ സാധ്യതയുള്ളവനാണല്ലോ എന്ന് പറയുമ്പോൾ
സഭാപിതാക്കന്മാർ നിഷ്കർഷിച്ച ലിറ്റർജി അനുസരിച്ച് ആ ഏറ്റവും പുറകെ നിൽക്കുന്ന ഏറ്റവും ഹീനനെന്നും അധമനെന്നും ചെറിയവനെന്നും നിന്ദ്യനെന്നും നികൃഷ്ടനെന്നും നീചനെന്നും ഒക്കെ വിവക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ആ ഏറ്റവും എളിയവന്റെ തോളിലേക്ക് ആത്മാവിൽ ചെന്ന് കൈകളിടുന്ന ഒരു ലിറ്റർജിയാണ് സുറിയാനി സഭയുടെ ലിറ്റർജി. അതിന്റെ അർത്ഥവും അതിന്റെ എന്താണ് അതിന്റെ അന്തസത്ത സുറിയാനിക്കാർ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള പാശ്ചാത്യ ലീഗലിസം ഒക്കെ നിങ്ങൾ വിട്ടുകളയണം. ലീഗലിസ്റ്റിക് ഗോസ്പൽ നമുക്ക് വേണ്ട. അവര് പറയുന്നു യോഗ്യന്മാരെ തീകരിക്കാൻ വേണ്ടി ഓരോരുത്തരുടെ യോഗ്യത വെച്ച് തനത് വിധി നടത്തി അവനെ സ്വർഗത്തിലോട്ടും നരകത്തിലോട്ടും ഒക്കെ വിടും. യോഗ്യത നോക്കിയിട്ട് യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് അപ്പോൺ മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്. ഞാൻ ഷിബു പീഡിയക്കൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.